കെ സുധാകരനുമായുള്ള ഏറ്റുമുട്ടലിൽ തിരിച്ചടി നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കെ സുധാകരനെ കെ.പി.സി.സി. അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് സതീശന്റെ ആവശ്യം ഹൈക്കമാൻഡ് നിരാകരിച്ചതാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നത്. കൂടാതെ സുധാകരനുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെന്ന ഹൈക്കമാൻഡിന്റെ താക്കീതും സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ അനുകൂല സമീപനവുമാണ് സുധാകരന് ഈ പദവിയിൽ തുടരാൻ വഴിയൊരുക്കിയത് എന്നതാണ് സൂചന. മാത്രമല്ല, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ സുധാകരൻ പോലും അറിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സതീശൻ പ്രഖ്യാപിച്ചതും കെ.സി. വേണുഗോപാൽ അടക്കമുള്ള എ.ഐ.സി.സി. നേതാക്കളെ ചൊടിപ്പിച്ചു എന്നതാണ് വിവരം. രമേശ് ചെന്നിത്തലയ്ക്ക് സാമുദായിക നേതാക്കളുടെ പിന്തുണ ലഭിച്ചതും സുധാകരനെ ഹൈക്കമാൻഡ് പിന്തുണച്ചതും വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ തിരിച്ചടിയായി എന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പോലും വിലയിരുത്തൽ. സമഗ്ര വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയണം, ഇപ്പോൾ കോൺഗ്രസിൽ വി.ഡി. സതീശന്റെ ആവശ്യപ്രകാരം നിർബന്ധം മുൻനിർത്തി നേതൃമാറ്റം വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നേതൃമാറ്റമില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട്, പ്രേക്ഷകരോട് ആദ്യം വിളിച്ചു പറഞ്ഞ ഞങ്ങളുടെ റിപ്പോർട്ടറാണ് നൃപൻ ചക്രവർത്തി. കേരളം ആദ്യം ആ വാർത്ത കേട്ടത് നൃപനിലൂടെയാണ്. നൃപൻ, നേതൃമാറ്റമില്ല എന്ന ആ വാർത്ത നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞതിന് ശേഷം ഇന്നലെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു സതീശൻ ഒറ്റയ്ക്കൊരു പാർട്ടിയായി മാറാനുള്ള ശ്രമങ്ങൾക്കിടയിൽ മുതിർന്ന നേതാക്കളെല്ലാം ഒന്നാകെ തിരിയുന്നു. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള സ്വന്തമായൊരു സർവേയും ഒക്കെയും നടത്തിയ കഥയൊക്കെയും പുറത്തു വന്നപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ മറ്റ് നേതാക്കൾ. അതൊക്കെയും സുധാകരന് പിന്തുണ ഏറാനുള്ള ഒരു സാധ്യതയായി മാറി. ഹൈക്കമാൻഡ് ഈ വിധത്തിലുള്ള ഒരു താക്കീത് പ്രതിപക്ഷ നേതാവിന് നൽകുമ്പോൾ അത് കൃത്യമായൊരു സൂചനയല്ല ഇപ്പോൾ നൽകുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്? നൃപൻ, തീർച്ചയായും നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും കാവ്യ. കാരണം പ്രതിപക്ഷ നേതാവ് പദവിയിലേക്കും കെ.പി.സി.സി. അധ്യക്ഷ പദവിയിലേക്കും ഒരുമിച്ചാണ് ഇരു നേതാക്കളും വന്നത്. അത് അന്ന് വരെ ഉണ്ടായിരുന്ന പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നു. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിൽ വന്ന് ചർച്ച നടത്തുന്നു, എം.എൽ.എമാരുമായി അഭിമുഖം നടത്തുന്നു. അതിനൊക്കെ ശേഷം ചെന്നിത്തല പോലും അറിയാതെ, ഉമ്മൻചാണ്ടിയുടെ മനസ്സ് പോലും അംഗീകരിക്കാതെ പൊടുന്നനെ വി.ഡി. സതീശനെ കൊണ്ടുവരുന്നു. അവഹേളിച്ച് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇറക്കി വിട്ടത് എന്ന് മുതിർന്ന നേതാക്കൾക്കെല്ലാം, ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരു പേജിൽ അത് എഴുതി വച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് ഇരു നേതാക്കളും കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട എ.ഐ.സി.സിയുമായി വലിയ തരത്തിൽ അടുപ്പമുണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒരു ദിവസമാണ് പൊടുന്നനെ മാറ്റി കെ സുധാകരനെ കൊണ്ടുവരുന്നത്. ഈ കേസ് ബ്രിഗേഡ് എന്ന് പറയുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ സുധാകരന് വേണ്ടി സുധാകരനെ വിളിക്കൂ, കെ.പി.സി.സിയെ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന ക്യാമ്പയിൻ അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് നേതാക്കളും വന്ന ശേഷം ഒരു വലിയ മാറ്റമാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാകുന്നതെന്നൊരു പ്രതീതി ചില മാധ്യമങ്ങൾ വരുത്തി തീർത്തിരുന്നു. അങ്ങനെ ഒരു പ്രചരണവും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ശേഷമാണ് അനൈക്യം വലിയ രീതിയിൽ ശക്തിപ്പെടുകയും പാർട്ടിയെയും ഒപ്പം തന്നെ മുന്നണിയെയും ഒറ്റയ്ക്ക് വി.ഡി. സതീശ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഘട്ടമുണ്ടാകുന്നത്. സംഘടന പൂർണ്ണമായി പിടിച്ചടക്കാനുള്ള വി.ഡി. സതീശൻ്റെ ശ്രമം ഏകപക്ഷീയമായി നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്ഥാനാർത്ഥി നിർണയം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം, 19 ഈ പറഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയം, ഒപ്പം തന്നെ സിറ്റിംഗ് സീറ്റുകളിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നു. ഇതിൻ്റെയെല്ലാം ഉത്തരവാദിത്വം തൻ്റെ വിജയമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളുമായി ബന്ധമുള്ള ആ വിഭാഗങ്ങളെല്ലാം വലിയ തരത്തിൽ പ്രചരണം നടത്തുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് മുതിർന്ന നേതാക്കളിൽ നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പ് വരുന്നത്. കൂട്ടായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വി.ഡി. സതീശൻ നടത്തുന്നില്ല, ഏകപക്ഷീയമായ സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവസാനമാണ് കെ.പി.സി.സി. മീറ്റിങ്ങിൽ പോലും, യോഗത്തിൽ പോലും പങ്കെടുക്കാതെ ബഹിഷ്കരിച്ച് അദ്ദേഹം പോകുന്നത്. തുടർന്ന് UDFൻ്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ നിന്ന് സുധാകരൻ വിട്ടുനിൽക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെക്കുന്നു. മാറ്റിവെച്ച ശേഷം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ
വിഷൻ 63 പ്രഖ്യാപിക്കുന്നു. അത് KPCC അധ്യക്ഷനോട് ആലോചിക്കാതെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷങ്ങളിലെല്ലാം ഈ പ്രകോപനം സൃഷ്ടിക്കുന്നത് ഏറെക്കുറെ VD സതീശനാണ് എന്ന് AICC നേതൃത്വത്തിനും കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലൂടെ ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായി. ഒപ്പം തന്നെ ദീപാദാസ് മുൻഷിയുമായി മുതിർന്ന നേതാക്കൾ നടത്തിയ ആശയവിനിമയത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനെ പിന്തുണച്ചു. ഒപ്പം തന്നെ വിഭാഗത്തിൻ്റെ പ്രമുഖരായ നേതാക്കളും ഇക്കാര്യത്തിൽ ഈ അനൈക്യം കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്, അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറെക്കുറെ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ട VD സതീശൻ തന്നെയാണ് ഈ അനൈക്യത്തിന് പ്രധാന കാരണമെന്ന സൂചനയുണ്ടായി. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ VD സതീശൻ്റെ ഈ കടുംപിടുത്തത്തിന് വലിയ തിരിച്ചടി നേരിടുന്നത്. കെ സുധാകരൻ പദവിയിൽ തുടരുന്നു. മാത്രമല്ല പുനഃസംഘടനാ നടപടികളുമായി കെ സുധാകരന് മുന്നോട്ട് പോകാം. മാത്രമല്ല VD സതീശനെ കഴിഞ്ഞ ദിവസം ശക്തമായ താക്കീത് കൂടിയാണ് ഹൈക്കമാൻഡ് നൽകിയത്. ഇത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇരു നേതാക്കളുമായി ഒരുമിച്ച് UDFനെ നയിക്കാൻ, കോൺഗ്രസിനെ നയിക്കാൻ, ഒന്നിച്ചു ചേർന്ന് നയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, സുധാകരൻ മാറണമെങ്കിൽ, താൻ മാറുകയാണ് എങ്കിൽ ആ പദവിയിൽ ഒന്നിച്ചു വന്ന പ്രതിപക്ഷ നേതാവ് പദവിയിൽ VD സതീശന് മാറേണ്ടി വരും എന്ന ഒരു ഉപാധി കൂടി കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇരു നേതാക്കളുടെയും കസേര തെറിക്കുമെന്ന സൂചന കൂടി വരുന്നുണ്ട്. അത് ഒരുപക്ഷെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സമുദായ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ, അദ്ദേഹം AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, മുൻ പ്രതിപക്ഷ നേതാവാണ്. ഇത്തരത്തിൽ മുന്നണിയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ VD സതീശന് കഴിയുന്നില്ല എന്നൊരു സന്ദേശം കൂടി വരുന്നത് ഈ വരുന്ന രാഷ്ട്രീയ ഭാവിയിൽ സതീശന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുതിർന്ന നേതാക്കൾ വിലയിരുത്തൽ. വരുന്ന കേരളത്തിലെ KPCC രാഷ്ട്രീയത്തിൽ നിർണായകമായ നീക്കങ്ങളിലായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. കാവ്യ.